സംസ്ഥാന വഖഫ് ബോർഡിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ വഖഫ് ബോർഡ് ഭരണം സർക്കാരിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി. ബോർഡിന്റെ നിയന്ത്രണം സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറിക്ക് നൽകണമെന്നായിരുന്നു കോടതി ഉത്തരവ്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഉടൻ ഇറങ്ങിയിരുന്നു. MK ഷുക്കൂർ വിവരങ്ങളുമായി ചെന്നു. ഷുക്കൂർ, ഇതെന്താണ് സംഭവം? അജിംസെ, സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചുകൊണ്ട് ഇന്നലെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടത്. അതിൽ പ്രധാനമായി പറയുന്ന കാര്യം വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ നിലവിലുള്ള ഇപ്പോഴത്തെ വഖഫ് ബോർഡ് രൂപീകരിച്ചത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് 2 അമുസ്ലിം അംഗങ്ങൾ വേണം. ആ അംഗങ്ങളെ നിയമിക്കാൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ സർക്കാരിലെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം സർക്കാരിനെ പ്രതിനിധീകരിച്ച് ബോർഡിലുണ്ടാകേണ്ടത്. ആ ഒരു നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ബോർഡിനെ പിരിച്ചുവിടണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാദം. BJP നേതാവ് ഷോൺ ജോർജ് അടക്കം 4 പേരാണ് ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഇന്നലെ ഒരു ഉത്തരവ് ഇറക്കിയത്. ഈ ഉത്തരവ് ഫലത്തിൽ സർക്കാരിന് കൂടി അനുകൂലമായി മാറുകയാണ്. കാരണം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ LDF സർക്കാരാണ് ഈ KS ഹംസ അധ്യക്ഷനായ വഖഫ് ബോർഡിനെ നിയമിച്ചത്. അതിൽ 9 അംഗ ഹംസ അടക്കം 9 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 11 അംഗങ്ങളാണ് ഈ വഖഫ് ബോർഡിന്റെ സ്ട്രെങ്ത്. എന്നാൽ 2 പേരെ, അതായത് അമുസ്ലിങ്ങളായ 2 പേരെ കൂടി വെക്കണമെന്ന ഭാഗം സംസ്ഥാന സർക്കാർ അതിനനുസരിച്ച് ചെയ്യാൻ തയ്യാറായില്ല. ഫലത്തിൽ ആ 2 പേരെ ഒഴിച്ചിട്ടു. അവിടെ നിയമനം നടത്തിയില്ല. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ സർക്കാരിലെ ഒരു ജോയിന്റ് സെക്രട്ടറിക്ക് വേണം ഈ വഖഫ് ബോർഡിന്റെ നിയന്ത്രണം നൽകാൻ എന്നുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ഗുണമാവുകയാണ്. സർക്കാരിന് പൂർണ്ണമായി ഈ വഖഫ് ബോർഡ് നിയന്ത്രിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. സർക്കാർ ഇന്ന് ഏതാണ്ട് 2 മണിക്കൂറിനകം തന്നെ പുതിയ ഉത്തരവിറങ്ങും. വഖഫ് ബോർഡിന്റെ നിയന്ത്രണം ഉള്ള ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും അതിന്റെ ചുമതല നൽകുക. ഒരുപക്ഷെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ ആ ചുമതലയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ലീഗാണ് നിലവിൽ വഖഫ് വകുപ്പ് ഭരിക്കുന്നത്. അഡ്വക്കേറ്റ് ഷംസുദ്ദീനാണ് അതിന്റെ മന്ത്രി. അവർക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളുള്ള ഒരു കാര്യം കൂടിയാണ് വഖഫ് ബോർഡ് എന്നുള്ളത്. നിലവിൽ വഖഫ് ബോർഡും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ പാതയുണ്ടായിരുന്നു. പുതിയ സാഹചര്യത്തിൽ സംസ്ഥാന വഖഫ് ബോർഡിനെ പൂർണ്ണമായും വഖഫ് വകുപ്പിന് തന്നെ, മന്ത്രിക്ക് തന്നെ നിയന്ത്രിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ആർക്കാണ് വഖഫ് ബോർഡിന്റെ ചുമതല നൽകി സർക്കാർ ഉത്തരവിറക്കുന്നത് എന്നുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. ഷുക്കൂർ, ഇക്കാര്യത്തിൽ സർക്കാർ എന്താണ് ആലോചിക്കുന്നത്? 2 നോൺ മുസ്ലിം അംഗങ്ങളെ എങ്ങനെ നിയമിക്കാനാണ് നീക്കം? പുതിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നതോടുകൂടി 2 മുസ്ലിങ്ങളെ നിയമിക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. അതായത് വഖഫ് 1995 വഖഫ് നിയമം അനുസരിച്ച്, അത് കഴിഞ്ഞ വർഷം ഭേദഗതി ചെയ്തതാണ്. വഖഫ് നിയമം അനുസരിച്ച് തന്നെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിന്റെ ഏറ്റവും രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അത് സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കേണ്ടി വരും. അക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് സർക്കാരും ഈ BJP നേതാവ് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. സ്വാഭാവികമായും നിലവിലുള്ള 9 അംഗങ്ങൾ എന്നുള്ളത് 11 അംഗങ്ങളാവും. ആ 2 പേരെ സർക്കാരിന് നിയമിക്കാം. ഒപ്പം തന്നെ നിലവിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരിക്കുന്ന KS ഹംസ അധ്യക്ഷനായ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാൻ സർക്കാരിന് ഒരു ഉദ്യോഗസ്ഥനെയും വെക്കാം. ആ 2 അവസരങ്ങളാണ് നിലവിൽ സർക്കാരിനുള്ളത്. ഒപ്പം തന്നെ നിലവിലുള്ള വഖഫ് ബോർഡ് അംഗങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും. ഇന്നോ നാളെയോ അവർ സുപ്രീം കോടതിയിൽ ഈ വിധിക്കെതിരെ ഒരു സ്റ്റേ നേടാനുള്ള പരിശ്രമം ഉണ്ടാകും. അതുകൂടി പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയുക. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിന് നിയന്ത്രണം സംസ്ഥാന സർക്കാരിന് വരികയാണ്. ഒപ്പം തന്നെ 2 അമുസ്ലിങ്ങളെ കൂടി ഈ വഖഫ് ബോർഡിലേക്ക് നിയമിക്കാനുള്ള ഒരു അവസരം കൂടി സംസ്ഥാന സർക്കാരിന് വന്നിരിക്കുന്നു. അത് പക്ഷേ കഴിഞ്ഞ സർക്കാർ അത്തരമൊരു തീരുമാനത്തിന് തയ്യാറായിരുന്നില്ല. തങ്ങളായിട്ട് ഒരു അമുസ്ലിങ്ങളായ 2 പേരെ വഖഫ് ബോർഡിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു എന്നൊരു ആരോപണം വരരുത് എന്ന് കരുതിയാണ് LDF അതിൽ നിന്ന് മാറി നിന്നത്. അതിപ്പോൾ കോടതി ഉത്തരവിന്റെ ബലത്തിൽ തങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്നൊരു തീരുമാനമാണ് ഈ പുതിയ സർക്കാരിനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ കൂടി വൈകാതെ തന്നെ ഒരു വ്യക്തത കൈവരും.